ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു തത്സമയം ശാലിനി. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് bb7.geostar.com എന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 കോമൺ എൻട്രിക്ക് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ആ സൈറ്റിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും സെൽഫ് ഇൻട്രഡക്ഷൻ പ്രൊഫൈലും കൊടുത്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ആ പ്രോസസ്സ് അവിടെ അവസാനിച്ചു എന്നുള്ള രീതിയിൽ കുറച്ച് പ്രശ്നം പറയുന്നവർക്ക് വേണ്ടിയുള്ള ചില കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും വലിയ സന്തോഷം, കോമൺ ഓഡിഷന് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെ, പേര് വെളിപ്പെടുത്തുന്നില്ല, അത് വളരെ സ്പെഷ്യൽ ആയിട്ട് എനിക്ക് തോന്നി. നമ്മളെല്ലാവരും മത്സരിക്കാനാണ് ശ്രമിക്കുന്നത്. മത്സരിക്കുമ്പോൾ ഒരാളെ ജയിക്കുള്ളൂ. അങ്ങനെയുള്ളവർ മറ്റുള്ളവരെ സഹായിക്കാൻ ഒരു സഹായം കൊടുക്കണം എന്നുള്ള ചിന്ത വളരെ അപൂർവമാണ്. എന്തായാലും അതൊരു അപ്രിസിയേഷൻ അർഹിക്കുന്ന കാര്യം തന്നെയാണ്. മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ സ്വഭാവത്തിലുള്ള, നിങ്ങളുടെ ഈ ക്യാരക്ടറിലുള്ള, ഇങ്ങനെ ഒരു നന്മ ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള ആ മേന്മ നല്ലൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. കൺഗ്രാറ്റ്സ്, നിങ്ങൾ അഭിനന്ദനം തീർച്ചയായിട്ടും അർഹിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കോമൺ എൻട്രിയിൽ അപ്ലൈ ചെയ്ത് ഓഡിഷനിൽ സക്സസ് ആവണമെന്നാണ് ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് അവസരം കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒപ്പം നിങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ള ഈ വീഡിയോ ഞാനിതാ നമ്മുടെ തത്സമയം ശാലിനിയിലെ ഇന്നത്തെ ഈ സബ്ജക്റ്റിൽ ഷെയർ ചെയ്യുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, പാർട്ടിസിപ്പൻസിന് വേണ്ടിയിട്ട് അദ്ദേഹം ഷെയർ ചെയ്യുന്ന വീഡിയോ ഇതിനോട് കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുകയാണ്. ആ വീഡിയോയിൽ ആദ്യം തന്നെ പറയുന്നത്, നിങ്ങൾ ഈ സൈറ്റിൽ കയറുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങളോട് പ്രൊഡക്ഷൻ ഹൗസ് ആവശ്യപ്പെടുന്ന നിങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. അത് രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് നിങ്ങൾ റീചെക്ക് ചെയ്യും വേണം. അടുത്തതായിട്ട് കമന്റ്സ് ആണ്. ബിഗ് ബോസിലേക്ക് വരാനായിട്ട് നിങ്ങൾ അർഹനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്താനുള്ള ഒരു ചെറിയ ബോക്സ് ഉണ്ടായിരിക്കും, അത് നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അടുത്തതായിട്ട് നിങ്ങളുടെ സെൽഫ് ഇൻട്രഡക്ഷൻ പ്രൊഫൈലാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ആ ഒരു വീഡിയോ, നിങ്ങൾ സെൽഫ് ഇൻട്രഡക്ഷൻ പ്രൊഫൈൽ നിങ്ങളെ നരേറ്റ് ചെയ്തുകൊണ്ടുള്ള വീഡിയോ MP4 അല്ലെങ്കിൽ മൂവി ഫയലിലോ ആയിരിക്കണം. 50 MB താഴെ ആയിരിക്കണം വീഡിയോ. 3 മിനിറ്റിൽ ഉൾക്കൊള്ളുന്ന വീഡിയോ ആയിരിക്കും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് ഡിക്ലറേഷൻ ആണ്. വരുന്ന കൺസെൻസ് 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള വ്യക്തിയാണോ എന്നുള്ളത് തീർച്ചയായിട്ടും ചോദിക്കുന്നുണ്ട്. അതിന് നിങ്ങൾ അഗ്രി ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും വായിച്ചിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്നുള്ള ഒരു ഉറപ്പ്, അതിന് അഗ്രി ആണെങ്കിൽ അതിൽ കൊടുക്കണം. എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ളവരാണ് നിങ്ങളെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഡിസബിലിറ്റി, അംഗവൈകല്യം ഉള്ളവരാണ്, അല്ലെങ്കിൽ കേൾവിക്കോ കണ്ണിനോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും വൈകല്യം ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മത്സരിക്കാന്നുള്ളതാണ് ഇതെന്ന് മനസ്സിലാവുന്നത്. ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യെസ് കൊടുക്കാം, അല്ല എങ്കിൽ നിങ്ങൾക്ക് നോ കൊടുക്കാം എന്നുള്ളതാണ്. അതിനുശേഷമാണ് മെയിൻ പാർട്ട് വരുന്നത്. സബ്മിറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾ ആ റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് എല്ലാം വായിച്ചു നോക്കി സബ്മിറ്റ് എന്ന് നിങ്ങൾ കൊടുക്കുകയാണ്. ഈ സബ്മിറ്റ് പ്രോസസ്സിങ് അത് ഫുൾ ആവുന്നില്ല, സബ്മിറ്റ് എന്നുള്ള പ്രോസസ്സ് ഫുൾ ആവുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാവുന്നതാണ്. അത് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ പഴയ പേജിലേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് മുകളിലായിട്ട് ഒരു ക്ലോസ് മാർക്ക്, ഒരു ഇഞ്ചു കാണാം നിങ്ങൾക്ക്. ആ ക്ലോസ് മാർക്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. സബ്മിറ്റ് ചെയ്യാൻ നോക്കുന്നു, സബ്മിറ്റ് നിങ്ങൾക്ക് ശ്രമിച്ചിട്ടും സബ്മിറ്റ് ആവുന്നില്ലെങ്കിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. മുകളിലത്തെ ആ ചൂസ് ഫയൽ എന്നുള്ള ആ ഫയൽ ഒന്നുകൂടി എടുത്ത് നോക്കുമ്പോൾ അതിന്റെ സൈഡിൽ ഒരു ക്ലോസ് ബട്ടൺ ഉണ്ട്. ആ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി കുറച്ച് സമയത്തിനുള്ളിൽ ഈ പേജ് റിഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് ഏഷ്യാനെറ്റിന്റെ ഒരു താങ്ക് യു മെസ്സേജ് ഡിസ്പ്ലേ ആവും എന്നുള്ളതാണ് പറയുന്നത്. ഇത് മറ്റൊരു മത്സരാർത്ഥി ശ്രമിച്ചു നോക്കിയിട്ട് വിജയിച്ചൊരു കാര്യമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും, നമുക്ക് അറിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്കിയുടെ സഹായം, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ, അത് യൂസ്ഫുൾ ആയിരിക്കും നല്ല രീതിയിൽ. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണമായിട്ട്, നമുക്ക് മറ്റൊരു വ്യക്തി അയച്ചു തന്നതുകൊണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെങ്കിൽ ആകട്ടെ എന്ന് കരുതി അപ്ലോഡ് ചെയ്യാണ്. തീർച്ചയായിട്ടും വീഡിയോ ഞാൻ ഉൾപ്പെടുത്തുന്നു, നിങ്ങൾക്ക് കാണാവുന്നതാണ്.
ജൂലൈ 10 വരെയുള്ള കോമൺ ഓഡിഷന്റെ എൻട്രിയിൽ എല്ലാ പാർട്ടിസിപ്പൻസിനും പങ്കെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ മറ്റു വിശേഷങ്ങളും അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ദിസ് ഇസ് വിജയശാലിനി സൈനിങ് ഓഫ്. ബൈ.